പ്രൈസ് ലോർഡ്. കർത്താവിൻ്റെ വിലയേറിയ നാമം ഇന്ന് രാത്രിയിലും മഹത്വപ്പെടുമാറാകട്ടെ. നമുക്കൊരു പ്രാവശ്യം കൂടെ ദൈവസഭയായിട്ട് നമുക്ക് ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ ദൈവത്തിലായിരിക്കാൻ ദൈവം നമ്മെ ഒരുക്കിയ നല്ല ഈ അവസരത്തെ ഓർത്ത് ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമ്മോട് പറഞ്ഞതുപോലെ ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ ജാതി നമ്മുടെ നടുവിൽ നിന്ന് നീങ്ങിപ്പോകത്തില്ല എന്ന് ദൈവം നമ്മെ പഠിപ്പിച്ചെങ്കിൽ ആമേൻ ഉപവസിക്കുവാനും പ്രാർത്ഥിക്കുവാനും ദൈവം ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ ദാസിമാരെ ദൈവം എടുത്തുപയോഗിക്കുന്ന ദൈവിക പദ്ധതിക്കായിട്ട് നന്ദിയോടെ ദൈവനാമത്തിന് നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. സന്നിഹിതരായിരിക്കുന്ന കർത്താവിൻ്റെ ശ്രേഷ്ഠദാസന്മാർ കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുന്നു. നമുക്ക് അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് സങ്കീർത്തനങ്ങളുടെ പുസ്തകം 90-ാം സങ്കീർത്തനം അതിൻ്റെ 12-ാം വാക്യം ഒന്ന് സങ്കീർത്തനങ്ങളുടെ പുസ്തകം 90-ാം സങ്കീർത്തനം അതിൻ്റെ 12-ാം വാക്യം. ജ്ഞാനമുള്ളൊരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. ആമേൻ, സ്തോത്രം. ആമേൻ, സ്തോത്രം. ദൈവം നമ്മോട് ഇന്ന് രാത്രിയിൽ ദൈവത്തിൻ്റെ വചനത്തിലൂടെ ദൈവം നമ്മോട് സംസാരിപ്പാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഒരു ജ്ഞാനമുള്ള ഒരു ഹൃദയം നാം പ്രാപിക്കുവാൻ പ്രാർത്ഥിക്കണം. ആമേൻ. നമ്മുടെ പ്രാർത്ഥനകൾ അനേക പ്രാർത്ഥനകളുണ്ട്. അങ്ങനെ പല വിഷയങ്ങളും നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. കർത്താവ് തന്നെ മത്തായി സുവിശേഷം 6-ാം അധ്യായം 33-ാം വാക്യത്തിൽ ദൈവം അവിടെ പറയുന്നു, മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടെ ഞാൻ നിനക്ക് സകലതും നൽകും. അപ്പോൾ ദൈവത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളോട് കർത്താവ് പറയുന്നത് അവൻ്റെ രാജ്യം നാം അന്വേഷിക്കണം, അവൻ്റെ നീതി നാം അന്വേഷിക്കണം. ദൈവരാജ്യം എന്താണ്? ദൈവരാജ്യം സമാധാനമാണ്, ദൈവരാജ്യം സന്തോഷമാണ്, പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷമാകുന്നുവെന്ന് റോമാലേഖനത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ഈ ദൈവവചനത്തിലൂടെ ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് പറയുകയാണ്. ഇവിടെ ദാവീദ് മോശയുടെ ഒരു പ്രാർത്ഥന എന്നാണ് നാം ഇവിടെ അതിൻ്റെ സങ്കീർത്തനത്തിൻ്റെ ഹെഡിങ്ങിൽ നമ്മൾ കാണുവാൻ കഴിയുന്നത്. അവിടെ ഭക്തൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിപ്പാൻ തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ നീ ഞങ്ങളെ പഠിപ്പിക്കണമേ. പലപ്പോഴും നമ്മുടെ നാളുകൾ, നമ്മുടെ നീളം, നമ്മുടെ ആയുസ്സിൻ്റെ ദൈർഘ്യം നമുക്കറിയത്തില്ല. ഇനിയും നമ്മുടെ ജീവിതത്തിൽ ആയുസ്സുണ്ട്, ഇനിയും കാലങ്ങൾ മുന്നോട്ട് പോകും എന്ന് നാം മാനുഷികമായ രീതിയിൽ നാം ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഈ ഭക്തൻ നമ്മൾക്ക് കാണുന്നു. സാധാരണ ഈ സങ്കീർത്തനങ്ങൾ വായിക്കാറുള്ളത് നമുക്കറിയാം, ഒരു അടക്ക ശുശ്രൂഷകളൊക്കെ സമയത്തായിരിക്കും ഈ വചനം വായിക്കാറുള്ളത്. പക്ഷേ അടക്ക ശുശ്രൂഷയ്ക്ക് വായിക്കുന്നതിന് മുമ്പേ നമ്മളിതൊന്ന് വായിച്ചൊന്ന് ഗ്രഹിച്ചാൽ നന്നായിരിക്കുമെന്ന് ദൈവനാമത്തിൽ ഓർപ്പിപ്പിക്കുകയാണ്. ഇവിടെ പറയുകയാണ്, ജ്ഞാനമുള്ള ഒരു ഹൃദയം ദൈവമേ നീ എനിക്ക് തരണമേ എന്ന് ഭക്തൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് ജ്ഞാനമുള്ള ഹൃദയത്തിന് വേണ്ടി പ്രാർത്ഥിച്ച ഒരു ഭക്തനെ ഇന്ന് രാത്രിയിൽ നമുക്ക് പരിചയപ്പെടാം. ആ ദൈവ ഭക്തൻ എന്തിനു വേണ്ടിയിട്ടാണ് പ്രാർത്ഥിച്ചത് എന്ന് നമുക്ക് ചിന്തിക്കാം. അതിനായി തിരഞ്ഞെടുത്തിരിക്കുന്നത് 1 രാജാക്കന്മാരുടെ പുസ്തകം അതിൻ്റെ 3-ാം അധ്യായം അതിൻ്റെ 9 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. 1 രാജാക്കന്മാർ 3-ാം അധ്യായം ഫസ്റ്റ് കിങ് 3-ാം അധ്യായം അതിന്റെ 9 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ വായിച്ച. ആകയാൽ ഗുണവും ദോഷവും തിരിച്ചറിഞ്ഞ് നിന്റെ ജനത്തിനു ന്യായപാലനം ചെയ്യുവാൻ വിവേകമുള്ളൊരു ഹൃദയം എനിക്ക് തരണമേ. അതുകൂടാതെ നിന്റെ ഈ വലിയ ജനത്തിന് ന്യായപാലനം ചെയ്യുവാൻ ആർക്ക് കഴിയും? 10 ശലോമോൻ ഈ കാര്യം ചോദിച്ചത് കർത്താവിന് പ്രസാദമായി. ദൈവം അവനോട് അരുളി ചെയ്തത് എന്തെന്നാൽ, നീ ദീർഘായുസ്സോ
സമ്പത്തോ ശത്രു സംഹാരമോ ഒന്നും അപേക്ഷിക്കാതെ പാലനത്തിനുള്ള വിവേകം എന്ന ഈ കാര്യം മാത്രം അപേക്ഷിച്ചതുകൊണ്ട് ഞാൻ നിന്റെ അപേക്ഷ പ്രകാരം ചെയ്തിരിക്കുന്നു. ജ്ഞാനവും വിവേകമുള്ളൊരു ഹൃദയം ഞാൻ നിനക്ക് തന്നിരിക്കുന്നു. നിനക്ക് സമനായവൻ നിനക്ക് മുമ്പ് ഉണ്ടായിട്ടില്ല, നിനക്ക് സമനായവൻ നിന്റെ ശേഷവും ഉണ്ടാകുകയില്ല. ആമേൻ. ഇതിനു പുറമെ 13 ഓക്കെ വായിച്ചോളൂ. 13 വായിച്ചു. ഇതിനു പുറമെ നീ അപേക്ഷിക്കാത്തതായ സമ്പത്തും മഹത്വവും കൂടെ ഞാൻ നിനക്ക് തന്നിരിക്കുന്നു. നിന്റെ ആയുഷ്കാലമൊക്കെയും രാജാക്കന്മാരിൽ ഒരുത്തനും നിനക്ക് സമാനാകുകയില്ല. ആമേൻ. ഹല്ലേലൂയ. ഇവിടെ ജ്ഞാനിയായ ശലോമോൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന, ദൈവത്തോട് അപേക്ഷിക്കുന്നതാണ് നാം ഇവിടെ വായിച്ചു കേട്ട സന്ദർഭം. കാരണം ഇവിടെ ആ ശലോമൻ ദൈവത്തോട് ചോദിക്കുകയാണ്, ആകയാൽ ഗുണവും ദോഷവും തിരിച്ചറിഞ്ഞ്. അപ്പോൾ ദൈവത്തോട് നാം പ്രാർത്ഥിക്കേണ്ടത്, കർത്താവേ, ഗുണവും ദോഷവും തിരിച്ചറിയുവാനുള്ള ഒരു ജ്ഞാനമുള്ള ഹൃദയം നീ എനിക്ക് തരണമേ. തെറ്റിന് തെറ്റെന്ന് കാണുവാൻ, പാപത്തെ പാപമെന്ന് കാണുവാൻ, ദോഷത്തെ ദോഷമെന്ന് കാണുവാനുള്ള ഒരു പുതിയൊരു ഹൃദയം നീ എനിക്ക് തരണമേ. നമുക്കറിയാം, ദൈവവചനത്തിൽ പറയുന്നു, ഹൃദയം എന്താണ്? സകല കാപട്യവും നിറഞ്ഞതാണ്. ആമേൻ. മനുഷ്യ ഹൃദയം എന്ന് പറയുന്നത്, നമ്മുടെ തമ്പിയുടെ ഹൃദയം എന്ന് പറയുന്ന ഒരു ബുക്ക്ലെറ്റ് നമ്മുടെ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ അത് കരങ്ങളിൽ കണ്ടിട്ടുണ്ട്. നമുക്കറിയാം അതിനകത്ത് എന്തെല്ലാമാണ് ഓരോരോ ഹൃദയത്തിൽ, തമ്പിയുടെ ഹൃദയം എന്ന പുസ്തകത്തിൽ നമ്മൾക്ക് വായിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നത്. എന്നാൽ അതിലിരിക്കുന്ന ഓരോ ജീവികളും ഓരോ മൃഗങ്ങളും ഓരോ ഇഷ്ടത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന മനുഷ്യ ജീവിതത്തിൽ ദൈവം പറയുന്നു, വിവേകവും ജ്ഞാനവും നല്ലത് എന്തെന്ന് തിരിച്ചറിയുവാൻ, ദോഷത്തെയും ഗുണത്തെയും തിരിച്ചറിയുവാൻ, അല്ലെങ്കിൽ നന്മയെയും തിന്മയെയും തിരിച്ചറിയുവാനുള്ള ഒരു ഹൃദയം നീ എനിക്ക് നൽകണമേ എന്ന് ഇവിടെ ശലോമോൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. കാരണം നമ്മൾ പ്രാർത്ഥിച്ചെങ്കിൽ ആദ്യം പ്രാർത്ഥിക്കുന്ന എന്തായിരിക്കും? കർത്താവ് തന്നെ യോഹന്നാന്റെ മത്തായി സുവിശേഷം 6-ാം അധ്യായം 33-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചല്ലോ, ഞാനിവിടെ പറഞ്ഞല്ലോ, മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടെ ഞാൻ നിങ്ങൾക്ക് സകലതും നൽകുമെന്ന് ദൈവം പറഞ്ഞെങ്കിൽ, അപ്പോൾ മുമ്പേ നാം അന്വേഷിക്കേണ്ടത് എന്താണ്? ദൈവത്തിന്റെ രാജ്യം, സ്വർഗരാജ്യം നാം അന്വേഷിക്കണം. എന്ന് പറഞ്ഞാൽ സ്വർഗരാജ്യം അത് ഭക്ഷണമല്ല, പാനീയമല്ല, അത് ആത്മാവിന്റെ സന്തോഷവും സമാധാനമുള്ള ആ സ്വർഗരാജ്യം നാം അന്വേഷിക്കുമ്പോൾ ദൈവം പറയുന്നു, അതോടുകൂടെ ഞാൻ നിങ്ങൾക്ക് സകലതും ഞാൻ നൽകും. ഇവിടെ നാം വായിച്ചു കേൾക്കുമ്പോൾ അറിയാം, ശലോമോൻ എന്തെങ്കിലും ദൈവത്തോട് ചോദിച്ചോ, എനിക്ക് എന്തെങ്കിലും വേണം കർത്താവ്, എനിക്കിത് വേണം, എനിക്ക് ഇന്ന കാര്യങ്ങൾ വേണമെന്ന്. കാരണം അവനറിയാം, ഞാൻ ദൈവത്തിന് വേണ്ടി വിളിക്കപ്പെട്ട ഒരു മകനാണ്, ഒരു ദൈവത്തിന്റെ ദാസനാണ്. ഞാൻ ഇന്ന് ചോദിക്കുന്ന കാര്യങ്ങളെ ഞാൻ കർത്താവിന്റെ ഹിതത്തിന് വേണ്ടി ഞാൻ എന്നെ ഏൽപ്പിച്ചപ്പോൾ, എൻ്റെ ജീവിതം യേശുവിന് വേണ്ടി ഞാൻ സമർപ്പിച്ചപ്പോൾ, എൻ്റെ ജീവിതത്തെ അറിയുന്നവൻ, എൻ്റെ ജീവിതത്തെ സകലവും നിറവേറ്റുന്ന ആ അപ്പന്റെ കരങ്ങളിലേക്ക് ഞാൻ ഇന്ന് സമർപ്പിച്ചപ്പോൾ, ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ദൈവത്തിന്റെ വലിയ വിടുതലുകൾ അവൻ തിരിച്ചറിയുവാൻ കഴിഞ്ഞു. ആമേൻ. നമ്മളായിരുന്നാലും പ്രാർത്ഥിക്കുന്നത് എന്താണ്? നമ്മുടെ ഈ ദൈനംദിന കാര്യങ്ങൾ മാത്രം നടന്നു പോകണമെന്നുള്ള ഒരു പ്രാർത്ഥന. കാരണം ദൈവവചനത്തിൽ പറയുന്നു, കൊരിന്ത്യർ ലേഖനത്തിൽ പറയുന്നു, നാം ഈ ലോകത്തിൽ മാത്രം നാം ആശ്രയിച്ച് ജീവിക്കുന്നുവെങ്കിൽ സകല മനുഷ്യരെക്കാൾ നാം അരിഷ്ടരാണ്. ഈ ലോകം അവർക്ക് യോഗ്യമായിരുന്നില്ല. നമ്മുടെ പിതാക്കന്മാർ പറയുകയാണ്, ഈ ലോകം അവർക്ക് അനുകൂലമല്ലായിരുന്നു. പാറകളുടെ പിളർപ്പുകളിലും വിശ്വാസത്താൽ അവർ ദൈവത്തിനു വേണ്ടി നിലനിന്ന ഒരു കൂട്ടം നമ്മുടെ പൂർവികന്മാർ നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ ഇന്ന് ദൈവം നമ്മോട് പറയുകയാണ്, ഈ ഭക്തൻ മോശ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, എനിക്ക് ജ്ഞാനമുള്ള ഒരു ഹൃദയം
നീ എനിക്ക് നൽകണമേ. ഇവിടെ നാം വായിച്ചു കേട്ടത് ശലോമോൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, ഗുണവും ദോഷവും തിരിച്ചറിഞ്ഞ് ജനത്തിന് ന്യായപാലനം ചെയ്യുവാൻ വിവേകമുള്ള ഒരു ഹൃദയം നീ എനിക്ക് തരണമേ. പലപ്പോഴും നമുക്ക് വിവേകം, എത്രമാത്രം വിവേകമുണ്ട് നമ്മുടെ സംസാരങ്ങളിൽ, നമ്മുടെ വാക്കുകളിൽ എത്രമാത്രം വിവേകമുണ്ട്. ദൈവത്തോട് പറയണം, ഞാൻ എൻ്റെ എടുത്തു സംസാരിക്കുന്ന ഓരോ വാക്കുകളിന്മേലും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നമ്മളൊരു വാക്യം കാണുന്നു, തളർന്നിരിക്കുന്നവനെ താങ്ങേണ്ടതിന് എനിക്ക് ശിഷ്യന്മാരുടെ ഒരു നാവിനെ എനിക്ക് തരണമേ കർത്താവേ. പലപ്പോഴും നമ്മുടെ നാവുകൾ എന്താ സംസാരിക്കുന്നത്? ആമേൻ, മറ്റുള്ളവരെ അപ്ലിറ്റ് ചെയ്യുന്ന, മറ്റുള്ളവരെ ഉത്തേജിപ്പിക്കുന്ന, മറ്റുള്ളവരെ കൈപിടിച്ചുയർത്തുന്ന വാക്കാണോ ആമേൻ നമ്മുടെ വായിൽ നിന്ന് വീഴുന്നതെന്ന് നമ്മളെ തന്നെ ഇന്ന് രാത്രിയിൽ ഒന്ന് വിലയിരുത്തണം. ഞാൻ വിവേകം പ്രാപിച്ചിട്ടുണ്ടോ, ദൈവത്തിൻ്റെ ജ്ഞാനം ഞാൻ പ്രാപിച്ചിട്ടോ എന്തോ എന്ന് തിരിച്ചറിയുന്ന ഓരോരുത്തരുടെ സംസാരം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അവരുടെ സംസാരം തിരിച്ചറിയുമ്പോൾ നമുക്കറിയാം എത്രത്തോളം ദൈവത്തിൻ്റെ വിവേകവും ജ്ഞാനവും പ്രാപിച്ച ഒരു ദൈവഭക്തനാണ്, അല്ലെങ്കിൽ ദൈവ പൈതലാണ്, ദൈവ മകളാണ് നാം തിരിച്ചറിയുന്നത് അവരുടെ വാക്കുകളിലൂടെയാണ്. അവരുടെ ഇടപെടലിലൂടെ നമുക്ക് മനസ്സിലാകും ഇതൊരു ആത്മമനുഷ്യനാണോ അതാ ഒരു ലോക മനുഷ്യനാണെന്ന് തിരിച്ചറിയുവാൻ കഴിയുന്നത് അവരുടെ ഇടപെടലിലൂടെ, അല്ലെങ്കിൽ അവരുടെ വാക്കുകളിലൂടെ. ഈ ദിവസങ്ങൾ ദൈവവചനത്തിലൂടെ പറയുന്നു, വിവേകമുള്ള ഹൃദയം എനിക്ക് തരണമേ. അല്ലാതെ രണ്ടാമതായി പ്രാർത്ഥിക്കുക. അതുകൂടാതെ നിന്റെ ഈ വലിയ ജനത്തിന് ന്യായപാലനം ചെയ്യുവാൻ ആർക്ക് കഴിയും? ആമേൻ. എന്നാൽ അവിടെ 10-ാം വാക്യത്തിൽ വായിക്കുന്നു, ശലോമോൻ ഈ കാര്യം ചോദിച്ചത് കർത്താവിന് പ്രസാദമായി. ആദ്യം അവൻ ദീർഘായുസോ സമ്പത്തോ ധനമോ അവൻ്റെ ജീവിതത്തിൽ വീടോ കാറോ ഒന്നും അവൻ ചോദിക്കാതെ ദൈവത്തോട് ആദ്യം ചോദിച്ചത് ദൈവത്തിന് പ്രസാദമായെന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾ എപ്രകാരമാണ്? നാം ദൈവത്തോട് ചോദിക്കുന്നത് എന്താണ്? കർത്താവേ, നീ എനിക്ക് ഒരു ജ്ഞാനമുള്ള ഒരു ഹൃദയം തരണമേ, വിവേകമുള്ള ഒരു ഹൃദയം നീ നൽകണമേ. കർത്താവേ, നിന്റെ ഇഷ്ടം ചെയ്യുവാനുള്ളൊരു മനസ്സെനിക്ക് തരണമേ. എൻ്റെ ഹൃദയത്തെ ഒന്ന് പുതുക്കണമേ, എൻ്റെ മനസ്സിനെ ഒന്ന് പുതുക്കി രൂപാന്തരം തരണമേ. എനിക്ക് ആമേൻ ദോഷത്തെ തിരിച്ചറിയുവാൻ, പാപം കാണുമ്പോൾ ലോകത്തെ തിരിച്ചറിയുവാൻ, പാപപങ്കുലമായ ലോകത്ത് ഞാനും നിങ്ങളും ജീവിക്കുമ്പോൾ കർത്താവേ, നിന്റെ കൃപ എൻ്റെ മേൽ തരണമേ. ഈ സംഭവങ്ങളെ കാണുമ്പോൾ, ഈ ലോകത്തിൻ്റെ അവസ്ഥകൾ കാണുമ്പോൾ നാം തിരിച്ചറിയണം, കർത്താവേ, ഇതിൽ നിന്ന് ഞാൻ മാറി ജീവിക്കേണ്ട ഒരു പൈതലാണെന്ന് നാം മനസ്സിലാക്കണം. അങ്ങനെ തിരിച്ചറിവുണ്ടെങ്കിൽ ഞാനും നിങ്ങളും ദൈവത്തിൻ്റെ മകനും മകളുമായി വിളിക്കപ്പെട്ടവരാണെങ്കിൽ ആമേൻ, നിങ്ങൾ ചോദിക്കുന്നതിനും നനയ്ക്കുന്നതിനും അപ്പുറമായി നമ്മളിൽ വ്യാപരിക്കുന്ന ഈ അത്യന്ത ശക്തിയാൽ അത് നമ്മുടെ ജീവിതത്തിൽ നടത്തി തരുവാനിടയായി തീരുമെന്ന് ദൈവവചനത്തിലൂടെ ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. ഇവിടെ അവിടെ പറയുന്നു, ശലോമൻ ദൈവത്തോട് പ്രാർത്ഥിച്ചത് ദൈവത്തിന് പ്രസാദമായി. നമ്മളെ തന്നെ ഒന്ന് ദൈവസന്നിധിയിൽ ഒന്ന് ചോദിച്ചാൽ, കർത്താവേ, എൻ്റെ പ്രാർത്ഥനകൾ അങ്ങേക്ക് പ്രസാദകരമായിട്ടുള്ളതാണോ പിതാവേ എന്ന് നാം ചോദിക്കാറുണ്ടോ? ഞാൻ പ്രാർത്ഥിക്കുന്ന ഓരോ വിഷയങ്ങളുമേലും എൻ്റെ ആവശ്യങ്ങൾ, നമുക്ക് ഒട്ടനവധി വിഷയങ്ങളുണ്ട്. ആമേൻ, നമുക്കത് പ്രാർത്ഥിക്കാം, തെറ്റല്ല ഞാൻ പറയുന്നത്. പക്ഷേ കർത്താവേ, ഞാൻ പ്രാർത്ഥിക്കുന്നത് അങ്ങേക്കിത് പ്രസാദമാണോ? ഞാൻ ചോദിക്കുന്ന കാര്യങ്ങൾ കർത്താവേ അങ്ങേക്ക് പ്രസാദമാണോ? നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്ന കർത്താവേ, നിന്റെ വഴികളെ നീ എന്നെ പഠിപ്പിക്കണമേ എന്ന് നാം പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന് അത് പ്രസാദമാകും. ദൈവം നമ്മെ കൈപിടിച്ച് നടത്തും. അവിടെ വീണ്ടും 11-ാം വാക്യത്തിൽ അവിടെ ദൈവം അവനോട് ചോദിക്കുകയാണ്. ആദ്യം ശലോമൻ ദൈവത്തോട് ചോദിച്ചു, ഇതാ ദൈവം ശലോമനോട് സംസാരിക്കുകയാണ്. എന്തെന്നാൽ, നീ ദീർഘായുസ്സോ സമ്പത്തോ ശത്രുനാശമോ ഒന്നും അപേക്ഷിക്കാതെ. അവൻ ചോദിച്ചില്ല സമ്പത്ത് വേണമെന്ന്, അവൻ ചോദിച്ചില്ല എനിക്ക് സമ്പത്ത് വേണമെന്ന്, അവൻ ചോദിച്ചില്ല എനിക്ക് ദീർഘായുസ് വേണമെന്ന്. 80 വയസ്സായ ഒരു അപ്പച്ചനെ കണ്ടാൽ അപ്പച്ചൻ പറയുന്നത് എനിക്ക് ദീർഘായുസ് തരണമേ എന്ന് പ്രാർത്ഥിക്കാറുള്ളൂ. അവൻ ഇവിടെ ഒരു ദീർഘായുസിന് വേണ്ടി ചോദിച്ചില്ല. അവൻ എനിക്ക് സമ്പത്ത് തരണമെന്ന് ചോദിച്ചില്ല. ഒരു ശത്രു സംഹാരം
നമുക്കറിയാമല്ലോ, ഹിന്ദുക്കൾ നടത്തുന്ന ശത്രു സംഹാര പൂജകള്, ആമേൻ, ശത്രുവിൽ നിന്ന് ജയിക്കുവാനുള്ള പൂജകള്, അല്ലെങ്കിൽ ഒന്നും അവൻ ചോദിച്ചില്ല. എനിക്ക് അതിൽ നിന്ന്, പ്രതിസന്ധിയിൽ നിന്ന് എനിക്ക് മാറ്റണമെന്ന് അവൻ പ്രാർത്ഥിച്ചില്ല. ദൈവത്തിൻ്റെ വഴി അവൻ തെരഞ്ഞെടുത്തപ്പോൾ ദൈവത്തിന് അവൻ്റെ പ്രാർത്ഥനയിൽ അവൻ ഇഷ്ടം തോന്നി എന്ന് ദൈവവചനത്തിലൂടെ നാം പറയുകയാണ്. ഹല്ലേലൂയ. നമുക്ക് ആവശ്യമുള്ളതൊക്കെയും എൻ്റെ കർത്താവിന് അറിയാം. ആമേൻ. നമ്മൾ അവൻ്റെ കയ്യിൽ അവൻ്റെ മകനും മകളുമാകുന്നെങ്കിൽ, ആമേൻ, ഒന്ന് ഉറപ്പ് നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ, എൻ്റെ ദൈവം എന്നെ കരുതും, എൻ്റെ ദൈവം എന്നെ കരം പിടിച്ചിറക്കിയെങ്കിൽ, എൻ്റെ ദൈവം എന്നെ വിളിച്ചെങ്കിൽ, എൻ്റെ ദൈവം എന്നെ വഴി നടത്തും. ഹല്ലേലൂയ. നമ്മുടെ ദൈവം വഴിയിൽ വിട്ടേച്ച് പോകുന്ന ദൈവമല്ല, അവൻ നമ്മെ കരം പിടിച്ച് നടത്തുന്ന ഒരു ദൈവമാണ് നാം സേവിക്കുന്ന ദൈവം. ഇവിടെ പറയുന്നതാ നാം വചനത്തിൽ വായിക്കുന്നത്, അവൻ ഒന്നും അപേക്ഷിക്കാതെ, അവൻ ന്യായപാലനത്തിനുള്ള വിവേകം എന്ന ഈ കാര്യം മാത്രം അപേക്ഷിച്ചത് കൊണ്ട്, അവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവാരാധനകൾക്ക് വേണ്ടി, ദൈവികമായ ശുശ്രൂഷകൾക്ക് വേണ്ടി, സുവിശേഷത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി, ആമേൻ, കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി നിൽക്കുവാൻ ഞാനും നിങ്ങളും ഇരുന്ന് കൊടുത്താൽ, ഞാനും നിങ്ങളും ദൈവരാജ്യത്തിനും ദൈവസഭയുടെ ചുമല് കൊടുക്കുവാനും കർത്താവിൻ്റെ രാജ്യത്തിനു വേണ്ടി നാം നിന്നാൽ ദൈവത്തിന് അത് പ്രസാദമാകും. ആമേൻ, ആമേൻ. നമുക്കതിൽ പിന്നെ ഭാരപ്പെടേണ്ട. കർത്താവ് ദൈവം നമ്മെ നടത്തുവാനിടയായിത്തീരും. നമ്മൾ നോക്കണം, ദൈവത്തിൻ്റെ വചനമായി അല്ലെങ്കിൽ ദൈവ വിഷയവുമായി ദൈവത്തിന് വേണ്ടി ഇറങ്ങിയ ഒരു വ്യക്തികൾ പോലും ഇതുവരെ ലജ്ജിച്ചു പോകുവാൻ എൻ്റെ ദൈവം അനുവദിച്ചില്ല. കാരണം അവർ വിളിച്ചവൻ്റെ ആ സൽഗുണങ്ങളെ ഘോഷിക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയായിരുന്നു. രാജകീയ പുരോഹിത വർഗമായി അവരെ വേർതിരിച്ചപ്പോൾ അവർക്കറിയാം, എന്നെ വിളിച്ചിറക്കിയവൻ ആര്, എന്നെ കൊണ്ടുവന്നവൻ ആര്, എന്നെ വിളിച്ചിറക്കി ആമേൻ ഇന്ന് നടത്തിയ ദൈവം ആരെന്ന് അവന് തിരിച്ചറിഞ്ഞപ്പോൾ അവൻ്റെ വഴി ചെയ്യുവാൻ, അവൻ്റെ ഇഷ്ടം ചെയ്യുവാൻ അവർ ഏൽപ്പിച്ചു കൊടുത്താൽ നമ്മുടെ ദൈവം ലജ്ജിപ്പാൻ നമ്മെ അനുവദിക്കത്തില്ല. ഇവിടെ നമ്മൾ വായിക്കുന്നു, അവൻ ഇതാ ന്യായപാലനം എന്ന് പറയുമ്പോൾ അവിടെ ജനത്തെ നയിക്കുവാനുള്ള ഒരു കൃപ ചോദിച്ചു. നമുക്കിവിടെ ദൈവം തന്നിരിക്കുന്ന കൃപകളെ എന്തിനു വേണ്ടി? ദൈവരാജ്യത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെടുവാൻ. കർത്താവേ, നീ എന്നെ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കാറുണ്ടോ? ദൈവസന്നിധി നാം ദൈവത്തോട് അപേക്ഷിക്കാറുണ്ടോ? കർത്താവ്, എനിക്ക് തന്നിരിക്കുന്ന താലന്തുകൾ, എനിക്ക് തന്നിരിക്കുന്ന കൃപകൾ എൻ്റെ ദൈവത്തിന് വേണ്ടി ഞാനത് പ്രയോജനപ്പെടുത്തോ, ദൈവരാജ്യത്തിന് വേണ്ടി ഞാനത് പ്രയോജനപ്പെടുത്തുമെന്ന് നാം തീരുമാനിക്കുമ്പോൾ, നാം അപേക്ഷിക്കുമ്പോൾ തന്നെ നമ്മുടെ വഴി, ആമേൻ, അവൻ്റെ മുമ്പിൽ, ഹല്ലേലൂയ, നമ്മുടെ ആവശ്യങ്ങളൊക്കെയും നമ്മുടെ ജീവിതത്തിൽ നടന്ന് ദൈവം നമ്മെ കൈപിടിച്ച് നടത്തുവാനിടയായി. എൻ്റെ 12ാം വാക്യത്തിൽ, ഞാൻ നിന്റെ അപേക്ഷ പ്രകാരം ജ്ഞാനവും വിവേകമുള്ള ഒരു ഹൃദയവും ഞാൻ നിനക്ക് തന്നിരിക്കുന്നു. ഇവിടെ അവൻ പ്രാർത്ഥിച്ചതിൻ്റെ അല്ലെങ്കിൽ ദൈവത്തോട് അപേക്ഷിച്ചതിന് അവനൊരു ജ്ഞാനവും വിവേകമുള്ള ഒരു ഹൃദയത്തെ ദൈവം അവന് കൊടുക്കുകയാണ്. ഹല്ലേലൂയ. അവൻ പ്രാർത്ഥിച്ച അവൻ്റെ ഇഷ്ടം എന്തായിരുന്നു? എന്നാൽ അതിലുപരിയായിട്ട് നമ്മൾ അവസാനത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമ്മൾ അവിടെ കാണുകയാണ്, ഞാൻ നിനക്ക് അവൻ തന്നിരിക്കുന്നു, വിവേകവും ജ്ഞാനവും ഉള്ള ഒരു ഹൃദയം ഞാൻ നിനക്ക് നൽകിയിരിക്കുന്നു. അതുമാത്രമോ, നിനക്ക് സമനായവൻ നിനക്ക് മുമ്പ് ഉണ്ടായിട്ടില്ല, നിനക്ക് സമനായ നിന്റെ ശേഷവും ഉണ്ടാകത്തില്ല. നമ്മളൊരു പ്രത്യേക ജാതിയാണ്, നമുക്ക് വേണ്ടി വിളിക്കപ്പെട്ട ഒരു പുരോഹിത ശ്രേഷ്ഠന്മാരാണ്. ആമേൻ. കർത്താവ് നമ്മളെ വിളിച്ചിറക്കിയെങ്കിൽ നമ്മുടെ മുഖം ഒരിക്കലും ലജ്ജിച്ചു പോകാൻ അനുവദിക്കത്തില്ല. ആമേൻ. ഈ ദിവസങ്ങളിൽ ദൈവം നമ്മെ കരം പിടിച്ച് നടത്തുവാൻ എൻ്റെ ദൈവം വിശ്വസ്തനാണ്. പക്ഷേ നാം എന്ത് ചെയ്യണം? കർത്താവിൻ്റെ ഇഷ്ടം ചെയ്യുവാനായിട്ട് നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കണം. കർത്താവിൻ്റെ ഹിതത്തിന് വേണ്ടി നാം ഏൽപ്പിച്ചു കൊടുത്താൽ, പ്രിയ ദൈവമക്കളെ, ദൈവം നമ്മെ അനുഗ്രഹിക്കുവാനിടയായി തീരും. പക്ഷേ അതിൻ്റെ 13ാം വാക്യത്തിൽ പറയുകയാണ്, ഇതിനു പുറമേ നീ അപേക്ഷിക്കാത്തതായ സമ്പത്തും. ശലോമോൻ അപേക്ഷിക്കാത്ത സമ്പത്ത്. കാരണം നാം വിളിക്കുന്ന ദൈവത്തിന്, നമ്മുടെ ആവശ്യം എന്നതെന്ന് ദൈവത്തിന് അറിയാം. ഹല്ലേലൂയ. ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ ഹിതത്തിന് വേണ്ടി, ദൈവ ഇഷ്ടത്തിന് വേണ്ടി, ദൈവത്തിൻ്റെ വചനം അനുസരിച്ച്, അവൻ്റെ കൽപ്പന അനുസരിച്ച്, പാപത്തെ വെറുത്ത്, ലോകത്തെ വെറുത്ത് ഒരു ദൈവ മനുഷ്യനായി ജീവിക്കുമ്പോൾ
നമുക്കുള്ള സമ്പത്ത് ദൈവം തരും. ഹല്ലേലൂയ, ആമേൻ. ഇന്ന് കാരണം ഇന്നൊരു പ്രോസ്പെരിറ്റി ഒരു യുഗത്തിലാണ് ഞാൻ നിങ്ങളുമായിരിക്കുന്നത്. കാരണം നന്മ പ്രാപിക്കും, അനുഗ്രഹം പ്രാപിക്കും. നിങ്ങൾ കണ്ണടച്ച് പ്രാർത്ഥിച്ചോ, സൗഖ്യം വ്യാപരിക്കും. ആമേൻ. ഇതൊക്കെ ഈ ലോകം കൊണ്ട് തീരുന്ന ഒരു കാര്യമാണ്, ഈ ലോകത്തിൽ നശിച്ചു പോകുന്ന ഒരു കാര്യമാണ്. ആമേൻ. പത്രോസിൽ പറയുന്നത് പോലെ ഈ ലോകത്തിലെ സകല മൂലപദാർത്ഥങ്ങളും കത്തിയഴിഞ്ഞ് ഇവിടെ തീരുന്നതാണ്. എന്നാൽ നിലനിൽക്കുന്ന ഒരു രാജ്യത്തിലേക്ക് നാം എന്നെ വിളിച്ചിരിക്കുമ്പോൾ, ഈ ദൈവമക്കളെ, ഇവിടെ ശലോമൻ പ്രാർത്ഥിച്ചപ്പോൾ അവൻ ദൈവത്തോട് പ്രാർത്ഥിച്ചില്ല. കാരണം ദൈവത്തിൻ്റെ ആലയത്തെ അല്ലെങ്കിൽ ദൈവജനത്തെ ന്യായപാലനം ചെയ്യുവാൻ, ദൈവജനത്തിന് വേണ്ടി, ദൈവസഭയ്ക്ക് വേണ്ടി ചുമല് കൊടുക്കുവാൻ, ദൈവിക ശുശ്രൂഷകളിൽ ഉത്സാഹത്തോടെ നിൽക്കുവാൻ, ദൈവിക ആരാധനകളിൽ ഉത്സാഹത്തോടെ അവൻ ചെയ്തു നോക്ക്. ദൈവം നിങ്ങളുടെ പ്രവർത്തികളെ ദൈവം മാനിക്കും. ഹല്ലേലൂയ. ദൈവം നിങ്ങളെ കരുതുവാനിടയായി തീരും. അവൻ ഇന്ന് നാം അത് കുറിച്ചിട്ട് ദൈവസന്നിധി നിങ്ങളത് ചെയ്തു നോക്കുക. എൻ്റെ ആഗ്രഹവും എൻ്റെ ഇഷ്ടവും എൻ്റെ സകലതും കർത്താവേ നിന്നിൽ മാത്രമായിരിക്കുന്നുവെന്ന് നാം ഒന്ന് തീരുമാനിച്ച് ദൈവസന്നിധി പ്രാർത്ഥിച്ചാൽ ദൈവം നമുക്ക് സകലതും നൽകും. ഹല്ലേലൂയ, ആമേൻ. ദൈവം നാം ഇന്ന് ചോദിക്കുന്ന, നാം ആരാധിക്കുന്ന ദൈവം ഒരു കണ്ണുപൊട്ടനായ ഒരു ദൈവത്തെ അല്ല. നമ്മുടെ ദൈവം സർവശക്തനായ ദൈവമാ. ഒരു വിഗ്രഹത്തിൻ്റെ നടുവിലല്ല നാം ആയിരിക്കുന്നത്. നമ്മുടെ ദൈവം ജീവനുള്ള ദൈവമാ. ഹല്ലേലൂയ. അവൻ നമ്മെ കരുതുവാൻ ശക്തനായ ഒരു ദൈവത്തിൻ്റെ മുമ്പായാണ് ഞാനും നിങ്ങളുമായിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് രാത്രി ദൈവവചനം പറയുന്നു, അവൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാനും നിങ്ങളും ഇന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? ഹല്ലേലൂയ. കർത്താവേ, ഞാൻ നിന്നെ സേവിക്കുവാൻ എന്നെ തന്നെ ഏൽപ്പിക്കുകയാണ്. എൻ്റെ എല്ലാം വിട്ടുകളഞ്ഞ്, എൻ്റെ എല്ലാം സൈഡിലുള്ളതും അപ്പുറമുള്ളതും പുറകിലുള്ളതും ഒക്കെയും വിട്ടുകൊണ്ട് നാം എൻ്റെ കർത്താവെ, നിൻ്റെ ഇഷ്ടം, നിൻ്റെ പാത എനിക്ക് മതി. ഹല്ലേലൂയ എന്ന് നാം ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാൽ ഇതിനു പുറമേ നീ അപേക്ഷിക്കാത്തതായ സമ്പത്തും മഹത്വവും കൂടെ ഞാൻ നിനക്ക് തന്നിരിക്കുന്നു. അപേക്ഷിക്കാത്തതായ സമ്പത്ത്, അവനൊരു മഹത്വം കൂടെ ഞാൻ നൽകിയിരിക്കുന്നു. ഹല്ലേലൂയ. ദൈവം നമ്മെ കരുതുന്ന ഒരു ദൈവമാ. ഹല്ലേലൂയ. ദൈവം നമ്മളെ കാക്കുന്ന ദൈവമാ. ഇസ്രായേലിൻ്റെ പരിപാലകനാ ദൈവം. അവൻ മയങ്ങുന്ന ദൈവമല്ല, അവൻ ഉറങ്ങുന്ന ദൈവമല്ല. നമുക്ക് വേണ്ടി അവൻ മുഖം തിരിച്ചു കളയുന്ന ഒരു ദൈവമല്ല. എബ്രായർ ലേഖനം 6-ാം അധ്യായം 10-ാം വാക്യം ഒന്ന് വായിക്കാമോ? എബ്രായർ ലേഖനം 6-ാം അധ്യായം 10-ാം വാക്യം. എബ്രായർ ലേഖനം ആമേൻ. നമ്മുടെ ദൈവം ആരാണ്? ഞാൻ സേവിക്കുന്ന ദൈവം. നിങ്ങളുടെ ഹൃദയത്തിൽ പറഞ്ഞാട്ടെ, ഞാൻ സേവിക്കുന്ന ദൈവം ഒരു അനീതിയുള്ള ദൈവമല്ല. കാരണം നാം എന്ത് ചെയ്യണം? ദൈവത്തെ സേവിക്കുവാനായിട്ട്, ദൈവത്തിന് വേണ്ടി നിലനിൽക്കുവാനായിട്ട്, ദൈവത്തിന് വേണ്ടി ഞാൻ എൻ്റെ ജീവിതം മുഴുവനും കർത്താവിന് വേണ്ടി ചെലവിടുവാനും ചെലവായി പോകുവാനും ഞാൻ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അവിടെ പറയുകയാണ്, നിങ്ങൾ എന്നെ ശുശ്രൂഷിച്ചതിനാലും, ദൈവം നിങ്ങളുടെ പ്രവൃത്തിയിലും വിശുദ്ധന്മാരെ ശുശ്രൂഷിക്കുന്നതിനാലും, ആമേൻ, ദൈവം തൻ്റെ നാമത്തോട് കാണിച്ച സ്നേഹം. കാരണം ഇന്ന് നമ്മുടെ ഈ ഉപവാസ പ്രാർത്ഥനയിൽ ദൈവദാസൻ്റെയോ നമ്മുടെ ആരെയും മുഖം നോക്കിയല്ല നിങ്ങൾ വന്നത്. എൻ്റെ ദൈവത്തിൻ്റെ നാമത്തെ നോക്കി നിങ്ങൾ ഇന്ന് ഈ സൂം പ്ലാറ്റ്ഫോമിലായിരിക്കുകയാണ്. എൻ്റെ ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മുഖത്തെ അന്വേഷിച്ചാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. ആമേൻ. നിങ്ങളുടെ ഓരോരോ ആരാധനകൾക്കും ഓരോരോ അറ്റൻഡൻസ് ദൈവം തരുന്ന ദൈവമാ. നാം ചെയ്യുന്ന ഓരോ പ്രവൃത്തികൾക്കും ദൈവത്തിൻ്റെ മുമ്പാകെ നാം ഇരിക്കുന്ന ഒരു സമയം നിങ്ങൾക്കത് വൃഥാവാകത്തില്ല. അത് നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് അത് ക്രെഡിറ്റ് ആണ്. സ്തോത്രം. ഇന്ന് രാത്രിയിൽ ഹല്ലേലൂയ, നിങ്ങൾ ദൈവത്തെ ശുശ്രൂഷിക്കുന്നതിനാലും ദൈവത്തോടുള്ള സ്നേഹവും മറന്നു കളയുവാൻ
അവൻ അനീതിയുള്ള ദൈവമല്ല. ഹല്ലേലൂയ. കർത്താവ്, എത്ര നാൾ ഞാൻ നിന്നെ സേവിക്കുന്നു, എത്ര നാൾ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. ദൈവവചനത്തിലൊരു വാക്യമുണ്ട്, അവർ നിയമപ്രകാരമല്ലല്ലോ അല്ലാതെ എന്നെ അന്വേഷിച്ചത്, അതുകൊണ്ട് അവർക്ക് ഛേദം വന്നു. അവർ നിയമപ്രകാരമല്ല എന്നെ അന്വേഷിച്ചത്. ഇന്ന് പലരും ദൈവത്തെ അന്വേഷിക്കുന്നു, ദൈവത്തെ പ്രാർത്ഥിക്കുന്നു, ദൈവത്തെ ആരാധിക്കുന്നു, പക്ഷേ നിയമമുണ്ട്. നാം ആമേൻ സങ്കീർത്തനത്തിൽ കേട്ടല്ലോ, ദാവീദിനൊരു ചട്ടവും നിയമവും ദൈവം കൊടുത്തെങ്കിൽ ആമേൻ ദൈവത്തിനൊരു നിയമമുണ്ട്. നിയമപ്രകാരമല്ലല്ലോ അവർ ദൈവത്തെ അന്വേഷിച്ചത്, അതുകൊണ്ട് അവർക്ക് ഛേദം വന്നു. നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ എന്താ, പോരാട്ടങ്ങൾ എന്താ കർത്താവേ? ആമേൻ നാം നിയമപ്രകാരം, ചട്ടപ്രകാരം, ദൈവത്തിൻ്റെ ഹിതപ്രകാരം നാം ഒന്ന് ഏൽപ്പിച്ചാൽ ആമേൻ നാം ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും, ദൈവത്തോട് കാണിക്കുന്ന ഓരോ സ്നേഹത്തിനും അവൻ മറന്നു കളയുവാൻ എൻ്റെ ദൈവം അനീതിയുള്ള ദൈവമല്ല. ഹല്ലേലൂയ. 2 കാശിട്ട വിധവയെ ദൈവം അനുഗ്രഹിച്ചെങ്കിൽ, ഹല്ലേലൂയ, ആമേൻ, യേശു കടന്നു പോകുമ്പോൾ ആമേൻ ഹല്ലേലൂയ എല്ലാവരും അവരെ സമൃദ്ധിയിൽ നിന്ന് അവരിട്ടു. എന്നാൽ അവരുടെ ആമേൻ ഒരു ചില്ലി കാശ് അവിടെ കൊടുത്തിട്ടപ്പോൾ അതിൻ്റെ മേൽ ദൈവത്തിൻ്റെ പ്രവൃത്തി. കാരണം അവൾക്കുള്ളത് മുഴുവനും ദൈവത്തിന് വേണ്ടി കൊടുക്കുന്നതാണ് ആമേൻ ദൈവത്തെ ശുശ്രൂഷിക്കുക എന്ന് പറയുന്നത്. നമ്മുടെ ഉള്ളതൊക്കെയും അതിൻ്റെ അളവല്ല, അതിൻ്റെ അതിൻ്റെ എമൗണ്ട് അല്ല, കർത്താവിന് വേണ്ടി എൻ്റെ ഹൃദയം മുഴുവനും കൊടുക്കുന്നതാണ് ആമേൻ ശുശ്രൂഷ എന്ന് പറയുന്നത്. ആമേൻ ദൈവത്തെ സേവിക്കുന്നെന്ന് പറയുന്നത്. ഹല്ലേലൂയ. ദൈവത്തിന് വേണ്ടി നാം ചെയ്യുന്ന ഓരോ പ്രവൃത്തികൾക്കും മറന്നു കളയുവാൻ നമ്മുടെ ദൈവം അനീതിയുള്ള ദൈവമല്ല. നമ്മൾ മനുഷ്യർക്ക് എന്തെങ്കിലും ചെയ്താൽ കുറച്ച് നാൾ കഴിയുമ്പോൾ അവരൊക്കെ ഒന്ന് മറന്നു പോകും, അല്ലേ? കാരണം ഇന്ന് പ്രവാസിയായി നാം ലോകത്ത് ജീവിക്കുന്നു. എത്ര പേര് നമ്മൾ കണ്ടിട്ടുണ്ട്, എത്ര പേര് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു, പക്ഷേ ഇന്നൊക്കെ അവർ നമ്മുടെ കൂടെ ഉണ്ടോ? ഇല്ല. പക്ഷേ ആമേൻ കണ്ടാലും ഞാൻ ലോകാവസാനത്തോളം ഞാൻ നിങ്ങളുടെ കൂടെയുണ്ടെന്ന് പറയുന്ന ഒരുവൻ മാത്രമേ ഉള്ളൂ. അത് ഞാൻ ഇന്ന് പ്രസംഗിക്കുന്ന നമ്മുടെ യേശു മാത്രമേ ഉള്ളൂ. ദൈവമക്കളെ, അവൻ്റെ സന്നിധിയിലേക്ക് നമ്മളൊന്ന് പ്രാർത്ഥിച്ചാൽ, എൻ്റെ വഴി കർത്താവേ നിന്നിലേക്ക് ഞാൻ തരികയാണ്, നീ പോയ നടന്ന വഴി എനിക്ക് മതി, നിന്റെ കാൽ ചുവട് എനിക്ക് മതി കർത്താവേ, നിന്റെ ജ്ഞാനം എന്നിലേക്കൊന്ന് തരണമേ, നിന്റെ ഹൃദയം എന്നിലേക്ക് തരണമേ. നീ സ്നേഹിച്ചതുപോലെ, നീ കരുതിയതുപോലെ, നീ ഇടപെട്ടതുപോലെ ഒരു നല്ല ദൈവത്തിൻ്റെ ഒരു മനുഷ്യനായി ഞാൻ മാറുവാൻ ആഗ്രഹിക്കുന്നു. ആമേൻ. അങ്ങനെ നിങ്ങൾ മാറുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങളും നന്മകളും ദൈവം അനുഗ്രഹിക്കും. നിങ്ങളുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടുവാനിടയായി തീരും. ഈ ദിവസങ്ങൾ ദൈവമക്കളെ, ദൈവവചനത്തിലൂടെ നമ്മൾ കുറിവാക്യത്തിലൂടെ വായിച്ചതുപോലെ 90-ാം സങ്കീർത്തനം 12-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചു, ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിപ്പാൻ തക്കവണ്ണം എൻ്റെ നാളുകളെ എണ്ണുവാൻ നീ ഞങ്ങളെ പഠിപ്പിക്കണമേ കർത്താവേ എന്ന് ദൈവസന്നിധിയിലേക്ക് നമുക്കൊന്ന് പറയാമോ? കർത്താവേ, എനിക്ക് എൻ്റെ നാളുകളെ ഒന്ന് കൗണ്ട് ചെയ്യാൻ കഴിയണം. നമുക്കധികം നാളുകൾ നമ്മുടെ മുമ്പിലില്ല. ഉള്ള സമയം കർത്താവിന് വേണ്ടി നിലനിന്നാൽ ആമേൻ ആ നിത്യ തുറമുഖത്ത് കർത്താവിനോട് ചേർന്ന് നമുക്ക് ഒരുമിച്ച് ആ നിത്യ സന്തോഷത്തിൽ കടക്കുവാൻ ദൈവസന്നിധിയിലേക്ക് നമുക്ക് സമർപ്പിക്കാം. ഈ വചനങ്ങളാൽ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ. സ്തോത്രം.